ശേഷം സമവീക്ഷണ സുവിശേഷങ്ങളെക്കാളും അല്പം പ്രത്യേകതയുള്ള സുവിശേഷമാണ് സിനോപ്റ്റിക് ഗോസ്പൽ. Out of all the Gospels, the Gospel of John is very special, which stands out of the other three. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളാണ് പ്രധാനമായിട്ടും സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുന്നത്. ഏകദേശം 29ഓളം അത്ഭുതങ്ങളുടെ നീണ്ട പരമ്പര നമുക്ക് കാണുവാൻ കഴിയുന്നു. In these synoptical gospels we can see around 29 miracles or wonders that Jesus did in his ministry. എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ചെയ്ത അടയാളങ്ങൾ എന്നാണ് പദം തന്നെ എഴുതി. അത്ഭുതങ്ങൾ എന്ന പദം തന്നെയില്ല, 8 അടയാളങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. In the Gospel of John, other than wonders, we specifically see 8 signs that are mentioned in this gospel. സമവീക്ഷണ സുവിശേഷങ്ങളിൽ ഉപമകളിലൂടെയാണ് യേശു പ്രധാനമായിട്ടും സംസാരിച്ചത്. In these synoptical gospels, Jesus always spoke through beatitudes. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് ഉപമകൾ കാണുന്നില്ല. We cannot see beatitudes in the Gospel of John. സമവീക്ഷണ സുവിശേഷങ്ങളിൽ നമുക്ക് ഗിരിപ്രഭാഷണത്തിലൂടെ മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഈ ഗിരിപ്രഭാഷണം നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മൾ ഇംഗ്ലീഷ് സർവീസിന് അത് തുടർമാനമായിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. From the Gospel of Matthew, Mark, and Luke, we can see the Sermon on the Hill or Sermon on the Mount that Jesus speaks. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണം നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ യേശുവിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു പുസ്തകം യോഹന്നാന്റെ പുസ്തകമാണ്. We don't see the Sermon on the Mount in the Gospel of John, but we see a very profound message, the final message of Jesus before leaving the earth, mentioned in the Gospel of John. ഇപ്പോൾ വായിച്ച അധ്യായം അല്ലെങ്കിൽ 14ാമത്തെ അധ്യായം യേശുവിന്റെ പ്രസംഗമാണ് നമ്മൾ കാണുവാൻ പോകുന്നത്. We see the message or the sermon that he spoke in John chapter 14. അല്പം കൂടെ കടത്തി പറഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ ഒറ്റ രാത്രിയിൽ നടന്ന സംഭവമാണ്. From the chapter 13 to chapter 18 of the Gospel of John is the whole happening of one night. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി എന്ന പാസ് ഓവർ നൈറ്റിൽ നടന്ന സംഭവമാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 13 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ കാണുന്നത്. The entire happening across 13 to 18 is the happening that happened on the Passover night. മറ്റ് സിനോപ്റ്റിക് ഗോസ്പലുകളൊക്കെ ഒരു അധ്യായം കൊണ്ട് ആ പാസ് ഓവറിന്റെ സ്റ്റോറീസ് പറയുമ്പോൾ 6 അധ്യായങ്ങൾ യോഹന്നാൻ ഈ കഥയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാനിടയായി തീർന്നു. When the other gospel writers made it short into one chapter, the Gospel of John mentions it across 6 chapters. യോഹന്നാന്റെ സുവിശേഷം 13ാം അധ്യായം ദ ഫീസ്റ്റ് ഓഫ് പാസ് ഓവർ അവര് ആചരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. We can see in the John chapter 13 they are feasting on the Passover day. പിന്നെ 14 മുതൽ 16 വരെ അന്ന് രാത്രിയിൽ ആ പാസ് ഓവർ ഫെസ്റ്റിവലിന് ശേഷം യേശുവിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗം നമുക്ക് കാണുവാൻ കഴിയുകയാണ്. The last words of Jesus we can see through chapter 14 through 16. 17ാം അധ്യായത്തിൽ യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏറ്റവും അവസാനത്തെ പ്രാർത്ഥന അല്ലെങ്കിൽ മഹാപുരോഹിത പ്രാർത്ഥന നമുക്ക് കാണുവാൻ കഴിയുകയാണ്. In chapter 17 we can see the prayer of the most high priest for the disciples. 18ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സംഭവത്തിന് ശേഷം കിദ്രോൻ തോട് കടന്നു കഴിയുമ്പോൾ സ്തോത്രം വ്യാഴാഴ്ചയിലേക്ക് നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ we are entering onto Friday at the brook of Cedron on chapter 18. Alright, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതുപോലെ നമ്മൾ വായിച്ച അധ്യായം 14 മുതൽ 16 വരെ യേശുവിന്റെ ഏറ്റവും അവസാനത്തെ പ്രസംഗമാണ് കാണുവാൻ കഴിയുന്നത്. The last words of Jesus in chapter 14 through 16. ഈ പ്രസംഗത്തിന് 3 പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളാണുള്ളത്. There are 3 main significance to these. ഒന്നാമത്തെ ഉദ്ദേശം 14ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. The first significance Jesus says is let not your hearts be troubled. രണ്ടാമത്തെ ഉദ്ദേശം 16ന്റെ 1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം ഇടറി പോകരുത്. Then Jesus says in chapter 16 verse 1, these things have spoken to you, you should not be offended. മൂന്നാമത്തെ ഉദ്ദേശം പറയുന്നു 16ന്റെ 32 പറയുന്നു, നിങ്ങൾ ചിതറി പോകരുത്. Then Jesus says you shall not be scattered. അപ്പോൾ 3 കാരണം പറയുന്നു, ഹൃദയം കലങ്ങി പോകരുത്. Your heart should not be troubled. 16 പറയുന്നു ഇടറി പോകരുത്. You shall not be offended. 3 പറയുന്നു ചിതറി പോകരുത്. The third thing is not be scattered. Praise the Lord. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇപ്രകാരം പറയുവാനുണ്ടായ കാരണം? What is the reason behind Jesus saying about these 3 things? യേശുവിന് അറിയാം അടുത്ത നിമിഷങ്ങളിൽ എന്താണ് സംഭവിക്കുവാൻ പോകുന്നത്. Jesus is well aware of what's going to happen in his life next. കഴിഞ്ഞ 3.5 വർഷം യേശു തന്റെ ശിഷ്യന്മാരോട് കൂടെ നടന്നു. The past 3.5 years he walked with his disciples. അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും യേശു മതിയായവനായിരുന്നു. Across all their
their needs, Jesus was more than enough. പത്രോസിന്റെ വീട്ടിലെ പത്രോസിന്റെ അമ്മായിമ്മയ്ക്ക് പനി വന്നപ്പോൾ യേശു സൗഖ്യമാക്കി. Jesus came down as a healer when his mother-in-law was sick for Peter. അവർക്ക് കൊടുക്കുവാൻ ടാക്സ് മണി ഇല്ലാതിരുന്നപ്പോൾ ചതുർദ്രഹ്മ പണം എടുത്ത് യേശു അവർ ടാക്സ് കൊടുത്തു. Jesus provided when they had no money to pay taxes. യേശു അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. They saw Jesus feeding the 5,000. യേശു ലാസറിനെ ഉയർപ്പിച്ചു. They've seen Lazarus coming out of യേശു death. നൈനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു. They've seen the widow's son raising up. അങ്ങനെ യോഹന്നാൻ തന്നെ പറയുന്നത് പോലെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും 3.5 വർഷം അതോട് അത്ഭുതങ്ങളോട് കൂടെ നടന്ന ഒരു ശിഷ്യന്മാരുടെ കൂട്ടത്തെയാണ് ഇവിടെ കാണുവാൻ We കഴിയുന്നത്. can see a group of disciples who've been seeing wonders and signs from Jesus' life across 3.5 years. എന്നാൽ കഥ വേഗത്തിൽ മാറുകയാണ്. The story changes very fast. ഇന്നലെ വരെ അത്ഭുതങ്ങളുടെ സ്റ്റോറീസ് ആയിരുന്നു. All these days behind it was the stories of wonders എന്നാൽ and signs. അത്ഭുതങ്ങളുടെ സ്റ്റോറി ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. The stories of wonders are coming to an end. ഇതാ യേശുവിനെ പിടിക്കുവാൻ സ്തോത്ര യഹൂദന്മാർ കടന്നു വരുവാൻ The പോകുകയാണ്. Jews are coming to get hold of Jesus. അടുത്ത നിമിഷങ്ങളിൽ യേശു 5 സ്ഥലങ്ങളിൽ താൻ തന്നെ വിധിക്കപ്പെടുവാൻ പോകുകയാണ്. He is gonna be judged in across 5 different places. മാത്രമല്ല അടുത്ത നിമിഷങ്ങളിൽ തന്നെ തള്ളിപ്പറയുവാൻ പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് യേശു ഓർക്കുകയാണ്. Jesus is well aware of the disciples. They are going to betray him. Praise the Lord. ഇങ്ങനെ മുൻപിൽ കടന്നു വരുന്ന പരീക്ഷണങ്ങളെ കണ്ടപ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. Jesus, foreseeing all these things, Jesus is telling to the disciples, let not your hearts be troubled. സുവിശേഷത്തിന്റെ പ്രത്യേകത, The speciality of gospel, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത, the speciality of a Christian life, അത് അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം ഒതുങ്ങിയിട്ടില്ല. it is not just limited to signs and wonders. അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ സ്തോത്ര മുള്ളുകളിലൂടെയും പറക്കാരകളിലൂടെയും നാം കടന്നു There is പോകേണ്ടതായിട്ടുണ്ട്. another side of it through which you might have to walk through thorns and problems. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് അനേക കഷ്ടങ്ങളിലൂടെ അങ്ങ് ചെല്ലത്തുള്ളത്. That is why Jesus says there is trouble in the world. സോ ഇത് രണ്ടും ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പാത്തിന്റെ ഭാഗമാണ്. It is both these sides are the path which happens in Christian life. അത്ഭുതം ചെയ്യുന്ന ദൈവത്തെയാണ് നാം പരിചയപ്പെട്ടുള്ളത്. We are mostly familiar with the God who works signs and wonders. എന്നാൽ ചില നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ കാണുകയില്ല. At sometimes we never see the signs or wonders of God. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ ദൈവം നമ്മെ കടത്തിവിടുത്തിരിക്കുന്നു. When we walk through the paths of troubles and trials. ഇന്നലെ കർത്തദാസന് സ്തോത്രം ആ കാളകൾ സ്തോത്രം നിലവിളിച്ചും കരഞ്ഞും കൊണ്ട് ബേത്സേദയ്ക്ക് പോകുന്ന ഒരു കാര്യം പറയുവാനിടയായി. Yesterday dear pastor was mentioning about the cows crying and walking to Bethshemesh. ഞാൻ എൻ്റെ ഹൃദയത്തിൽ കരയുവാനിടയായി തീർന്നു. I was crying in my heart. ഓ സ്തോത്രം, ദൈവം വിളിച്ചതാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള പരീക്ഷണങ്ങൾ എന്ന് നാം പലപ്പോഴും ദൈവത്തോട് There are ചോദിക്കാറുണ്ട്. times when we think, why is this trouble or why is this crying situations even after God calling me to his എന്നാൽ calling? കർത്തദാസിലൂടെ ദൈവം മറുപടി പറഞ്ഞു, ദൈവം വിളിച്ചതാണെങ്കിൽ ദൈവിക പദ്ധതിയുടെ ഭാഗമായി ചില നിമിഷങ്ങളിൽ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ ദൈവം നമ്മെ We അയക്കുവാനിടയായി heard from തീർന്നു. dear man of God as an answer to that question, even though God has called you, there might be times of crying and problems and trials. റോമാലേഖനം പറയുന്നു, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. Amen. In Romans we see that trials goes to patience and patience calls forth to. അപ്പോൾ എല്ലാ കഷ്ടതയ്ക്കും ദൈവിക പദ്ധതികളുണ്ട്. There is a plan behind every trouble that the Lord calls ഇപ്പോൾ us നമ്മൾ for. mടങ്ങി വരികയാണ്. We are coming back. ഞാൻ പറഞ്ഞു വന്നു, കലങ്ങി പോകാനുള്ള ഒരു കാരണം അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുവാൻ പോകുന്ന There കാര്യമാണ്. is a reason to which their hearts are യേശു ക്രൂശിക്കപ്പെടുവാൻ പോകുകയാണ്. Jesus is going to get crucified. The most humiliated thing ആണ് അവിടെ സംഭവിക്കുവാൻ The most പോകുന്നത്. humiliated thing is going to happen on the cross. സ്തോത്ര ഗോൽഗോഥായിൽ സ്തോത്ര 2 കള്ളന്മാരുടെ നടുവിൽ സ്തോത്ര നഗ്ന പ്രാണനായി അവനിപ്പോൾ ക്രൂശിക്കപ്പെടുവാൻ Jesus is going to പോകുകയാണ്. get crucified on Golgotha in between 2 thieves in nakedness. സ്തോത്രം, ഹല്ലേലൂയ. ഇപ്രകാരമുള്ള അവസ്ഥയിൽ ഇവരുടെ ഹൃദയം കലങ്ങി പോകുവാൻ സാധ്യതയുണ്ട്. There are chances that their hearts might get troubled. ഇവരുടെ ഹൃദയം ഇടറി പോകുവാൻ സാധ്യതയുണ്ട്. There are chances that they might get offended. ഇവരെ ചിതറി പോകുവാൻ ഇടയുണ്ട്. There are chances that they might get അതുകൊണ്ട് scattered. യേശു കർത്താവ് തന്റെ അവസാന പ്രസംഗത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങി And that is പോകരുത്. exactly why Jesus says, do not let your heart trouble. Praise the Lord. Amen. കലങ്ങിപ്പോയ മാർത്ത ഇപ്രകാരം കർത്താവിനോട് പറയുന്ന ഒരു പദം അറിയാം, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നു. We know from the passage of Lazarus, Martha comes and tells to Jesus, if you were here, this wouldn't have happened. That is coming from a heart of troubleness. സ്തോത്രം.
ഇപ്പോൾ കർത്താവ് അവരെ വിട്ടുമാറുന്ന ഒരു പ്രത്യേകമായ സന്ദർഭം. They are headed to a time where Jesus is being taken away from them. എന്നാൽ ഇതിനകത്ത് തന്നെ മറ്റൊരു ധൈര്യപ്പെടുത്തുന്ന പദമുണ്ട്. There is another strengthening word in this passage. ഈ അധ്യായത്തിൽ 4 പദങ്ങൾ ധൈര്യപ്പെടുത്തുവാൻ യേശു പറയുകയാണ്. We can see there are another 4 words that Jesus says to strengthen നിങ്ങളുടെ them. ഹൃദയം കലങ്ങാനുള്ള സാധ്യതയുള്ളപ്പോൾ തന്നെ നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ 4 കാര്യങ്ങൾ യേശു പറയുകയാണ്. Even though there are chances that you might get troubled, Jesus is strengthening them with 4 things. ഒന്നാമത്തെ കാര്യം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. And Jesus is saying, I'm going to prepare a place for you. I will explain it. 2-3 വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. In verses 2 and 3 we see he is saying, I'm going to prepare a place for you. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും. In verse 13 we see, whatsoever you ask shall ask in my name, I will do it. മൂന്നാമത്തെ കാര്യം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല. ഞാൻ പോയാലും മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ എപ്പോഴും ഇരിക്കേണ്ട ഞാൻ അയച്ചു തരും. From verse 16 we can see, I will never leave you abandoned or as orphans. I'm going to send a comforter after I leave. 27-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. In verse 27 Jesus says, I leave my peace with you. അങ്ങനെയാണെങ്കിൽ കലങ്ങി പോകാൻ സാധ്യതയുള്ള കലങ്ങിക്കൊണ്ടിരിക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് യേശു ധൈര്യം കൊടുക്കുന്ന 4 പദങ്ങളാണ് കണ്ടത്. These are the 4 things that Jesus is strengthening the hearts of the troubled ഈ 4 disciples. പദങ്ങൾ ഇന്ന് രാവിലെ വിശദീകരിക്കുവാൻ സമയമില്ല. I'm not going to explain these 4 things. ഒന്നാമത്തെ പദം മാത്രം വിശദീകരിക്കാൻ I'm ആഗ്രഹിക്കുന്നു. going to talk about the first significant word. 14-ന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. We are going to read നിങ്ങളുടെ ഹൃദയം 1 കലങ്ങി and 2. പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. Let not your hearts be troubled. Believe in God. Believe also in me. In my Father's house there are many mansions. If it were not so, I would have told you. I go to prepare a place for you. And if I go and prepare a place for you, I will come again and receive you unto myself, that where I am, there you may be also. ഇവർ കലങ്ങി പോകാനുണ്ടായ രണ്ടാമത്തെ കാരണം പറയുകയാണ്. The second reason why their hearts are troubled is, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകുവാൻ I'm going to leave from you, is what Jesus says to the disciples. ഞാൻ സ്തോത്രം, എന്നാൽ സ്തോത്രം, അതിനകത്തൊരു സന്തോഷ വാർത്തയുള്ളത്. അതിന്റെ ഉദ്ദേശം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാനാ പോകുന്നത്. There is a good news within that bad news, saying, I'm going to prepare a place for you. കഴിഞ്ഞ 3.5 വർഷം ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നു. I was with you for more than 3.5 years. എന്നാൽ സ്തോത്രം, ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോകുവാൻ പോകുകയാണ്. I'm going to be taken away from you. എന്നാൽ വാങ്ങിപ്പോകുന്നതിന് ഒരു ഉദ്ദേശമുണ്ട്. There is a purpose to which I'm leaving you. എന്നാ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ I'm പോകുകയാണ്. going to prepare a place for you. Praise the Lord. Praise the Lord. ഈ പദം തിരിച്ചറിയണമെങ്കിൽ യഹൂദ പശ്ചാത്തലത്തിലെ വിവാഹം നാം തിരിച്ചറിയണം. We need to understand the culture of weddings or marriage in the Jewish culture. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിലെ വിവാഹം എന്ന് പറയുന്നത് അതൊരു നീണ്ട പ്രോസസ്സിംഗ് ആണ്. In the Jewish culture, wedding is a huge process. സാധാരണ ഒരു പയ്യൻ ഒരു മകളെ കണ്ടു കഴിഞ്ഞാൽ, If a guy sees a woman, ആ പയ്യന് മകളുടെ വീട്ടിൽ വന്ന് ഇപ്പോൾ വിവാഹാലോചന നടത്തുകയാണ്. when the bride asks for the bridegroom, പിതാവിന് ചോദിക്കുന്ന എന്താ പിതാവ് ചോദിക്കുന്നത് നൽകി. ഇപ്പോൾ പുത്രൻ അല്ലെങ്കിൽ ആ പയ്യൻ തങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് പിതാവിനോട് ചോദിക്കുകയാണ്. the bridegroom asks the father of the girl if he is allowing her to get married to him. പിതാവ് യെസ് പറഞ്ഞാൽ, if the father allows that, ഇത് ഇനി അടുത്ത ചടങ്ങിലേക്ക് they പ്രവേശിക്കുകയാണ്. get into the next ritual. പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് ചോദിച്ചാൽ അവിടെ ഒരു പാത്രം വീഞ്ഞെടുക്കാറുണ്ട്. The most important part of the ritual is they take a cup of wine. ആ വീഞ്ഞിന്റെ പകുതി ഈ മണവാളൻ കുടിക്കും. The bride takes part of half of the wine. ആ മണവാളൻ കുടിച്ചിട്ട് ആ മണവാട്ടിക്ക് അല്ലെങ്കിൽ ആ കൊച്ചിന് ആ മണവാളൻ ഈ വീഞ്ഞിന്റെ പകുതി കൊടുക്കും. The rest half is taken part by the bride. ഈ മണവാളനെ സ്വീകരിക്കുവാൻ മണവാട്ടി തയ്യാറാണെങ്കിൽ അവൾ ആ മണവാളന്റെ കയ്യിൽ നിന്നും ആ വീഞ്ഞ് മേടിച്ച് താൻ അത് കുടിക്കുവാൻ She would take, if she is willing to take him as her husband, she would take that part of wine from him and drink it.
റൈറ്റ്. അതിനുശേഷമായി മണവാളൻ കൊണ്ടുവന്നിരിക്കുന്ന 10 ദ്രഹ്മ പണമുണ്ട്. There is another 10 pieces of drama that has been brought by the അതിനൊക്കെ bridegroom. ഒത്തിരി പശ്ചാത്തലങ്ങളുണ്ട്. ഞാൻ ഇന്ന് രാവിലെ വിശദീകരിക്കുന്നില്ല. There's a lot of background to that part. ആ 10 ദ്രഹ്മ വെള്ളി കൊണ്ടാണ് അന്നത്തെ മോതിരം മണവാട്ടിക്കുണ്ടാകുന്ന മോതിരം പോലും ഉണ്ടാക്കുന്നതെന്ന് ചില ബൈബിൾ സ്കോളേഴ്സ് പറയാറുണ്ട്. There are some Bible scholars who come in saying it is with these silver coins the ring for the bride is made. അങ്ങനെ ആ ദ്രഹ്മ വളരെ പ്രാധാന്യമുള്ളതാണ്. These silver coins or these drachmas are very ഈ important. ദ്രഹ്മ നൽകുമ്പോഴാണ് അവിടെ എൻഗേജ്മെന്റ് സെറമണി എന്ന് പറഞ്ഞ ഒരു കാര്യം When നടക്കുന്നത്. this exchange happens is when the engagement ceremony takes അവിടെ place. ആ നിമിഷം മുതൽ ഈ മണവാളന്റെയാണ് മണവാട്ടി. From that moment onwards, this bride is set apart for that bridegroom. യഹൂദന്മാരുടെ പശ്ചാത്തലത്തിൽ ആ ദ്രഹ്മ പണം നൽകി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഇവളെ വിശുദ്ധിയായി എനിക്ക് വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്ന് അന്നത്തെ ആ പുരുഷാരത്തിന് മുൻപാകെ അവൻ ഉഭയസമ്മതം ചെയ്യാറുണ്ട്. Once that transaction or that exchange is done, it is publicly declared that this bride is set apart and declared holy for this bridegroom. എന്നാൽ അവിടെയും വിവാഹം തീരുന്നില്ല. Even there, the wedding is not ending. ഇപ്പോൾ ഈ മണവാളൻ ഇനി മണവാട്ടിക്ക് വേണ്ടി തങ്ങൾക്ക് താമസിക്കുവാൻ ഒരു ഭവനം ഉണ്ടാക്കുവാൻ താൻ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുകയാണ്. Then the bridegroom gets back to his father's house to prepare a house or a place of stay for both of them alone. അങ്ങനെ മണവാളൻ തന്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി തന്റെ മണവാട്ടിക്കും തനിക്കും പാർക്കുവാനുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം ഉണ്ടാക്കിയതിനു ശേഷം താൻ മടങ്ങി വീണ്ടും വരുവാനിടയായിട്ടുണ്ട്. After he goes back to his father's house and makes a place for them to live in, he comes back to get his ആ മടങ്ങി വരുന്ന ആ യാത്രയിലാണ് മണവാട്ടിയെ കൊണ്ട് തോഴിമാർ സ്തോത്ര മണവാളന് നൽകി ഈ സ്തോത്ര മണവാളന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകുന്നത്. Later on, after he goes and comes back with the bride, is when he gets into the real house where they have യേശു prepared. കർത്താവ് ഈ ശിഷ്യന്മാരോട് ഈ കഥ പറയുമ്പോൾ When Jesus tells this illustration to his disciples, സ്തോത്രം ഈ പശ്ചാത്തലമാണ് തന്റെ മനസ്സിലിരിക്കുന്നത്. this is the background with which he is speaking. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, Jesus is telling to his disciples, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോകുന്നു. I am going to make a place for you. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് വേഗം ഞാൻ മടങ്ങി നിങ്ങളുടെ അടുത്ത് ചേർത്തുകൊള്ളും. Once I prepare a place for you, I will come again and receive you unto myself. Praise the Lord. Amen. Praise the Lord. Hallelujah. ഈ പ്രത്യേകമായി മണവാളനും മണവാട്ടിയുടെയും ഈ എന്താ പറയുന്നത് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഈ പ്രത്യേകമായ ദിവസങ്ങൾ In this context, after where they are engaged, മണവാട്ടി അല്ലെങ്കിൽ മണവാളൻ സ്വാഭാവികമായിട്ടും വിവാഹത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ദിനങ്ങളാണ്. there is a preparedness that is happening in the both of their lives for their union or their wedding. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. I'm not sure if anybody is getting in that phase of life of preparedness. ആ ടൈമും വളരെ വേണ്ടപ്പെട്ട ഒരു ടൈമാണ്. It is a very important time in your lives. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു 5-6 മാസങ്ങൾ ഉണ്ടായിരുന്നു. There was another 5 to 6 months where I was in a phase of preparedness. ഡെന്നുവിന്റെ ഒക്കെ ചിരി കാണുമ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ഒരുക്കപ്പെടുന്ന ദിവസങ്ങളാണെന്ന് വിശ്വസിക്കുന്നു. I see a smile that is happening on Brother Denu's face. സ്തോത്ര. അപ്പോൾ അങ്ങനെ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ In this phase of preparedness, ഇനി അവരുടെ പശ്ചാത്തലത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. let's go through their perspective. മണവാട്ടിയുടെ വീട്ടിൽ In the bride's house, മണവാട്ടിയുടെ വീട്ടിൽ മണവാട്ടിയുടെ പിതാവ് അല്ലെങ്കിൽ ആ മണവാട്ടിയുടെ പിതാവ് ആ ഭവനം മോടി പിടിപ്പിക്കുകയെന്ന് വിചാരിക്കുക. the bride's father would be renovating and perfecting their home. അല്ലെങ്കിൽ മണവാട്ടിയുടെ പിതാവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട BMW കാർ മേടിച്ചെന്ന് ഓർക്കുക. The bride's father might get a very good BMW car for her. മണവാട്ടിക്ക് ഇതൊന്നും ഒരു സന്തോഷം തരുന്നില്ല. The bride, it doesn't, any of these things wouldn't make the bride happy. കാര്യം എന്തെന്ന് ചോദിച്ചാൽ മണവാട്ടിക്ക് ഇപ്പോൾ മണവാളനാണ് പ്രാധാന്യമുള്ളത്. Because for the bride, the priority is the bridegroom or the man who is waiting. മണവാട്ടിയുടെ വീട്ടിൽ ഇനി ഭവനം മോടി പിടിപ്പിച്ചാലും മണവാട്ടിയുടെ വീട് എത്രമാത്രം മനോഹരമാക്കിയാലോ അതൊന്നും മണവാട്ടിയെ സ്വാധീനിക്കില്ല. Whatever the most beautiful things takes place in her house, the priority or that doesn't influence or make any difference in her mind. ഓരോ ബഹളം കേൾക്കുമ്പോഴും മണവാട്ടി കാതുകൂർപ്പനെ ഇരിക്കും. യോ എന്റെ മണവാളന്റെ ശബ്ദമാണോ ഞാൻ കേൾക്കുന്നതെന്ന ആഗ്രഹത്തോടെ തീഷ്ണതയോടെ ആ വാഞ്ചയോടെയാണ് മണവാട്ടി Every ഇരിക്കുന്നത്. noise or every small sound that
gets into her ear, her heart goes for or longs for the sound of her man who is coming for her. Praise the Lord. അത് പകലാകാം രാത്രിയാകാം മണവാട്ടിയുടെ ഉറക്കത്തെ പോലെ ഇപ്പോൾ അത് ബാധിച്ചിരിക്കുകയാണ്. It might be day or night, it might even affect her sleep. കാര്യം മണവാളനെ ഏത് നിമിഷവും മടങ്ങി പോകാമെന്ന് പറഞ്ഞാണ് മണവാളൻ എനിക്ക് പ്രോമിസ് നൽകിയിട്ട് മടങ്ങി There പോയിരിക്കുന്നത്. has been a promise that the bridegroom has made to her saying, I will come at any time to get you. എന്നാൽ പ്രോമിസ് നൽകിയ മണവാളൻ വാക്ക് പാലിക്കുന്നവനായതുകൊണ്ട് ഞാൻ കലങ്ങി പോകേണ്ടതായിട്ടില്ല. There is no reason for my heart to be troubled because the bridegroom who had said his promise is a promise keeper. എന്റെ മനസ്സ് ക്ഷീണിക്കേണ്ടതായിട്ടില്ല. There is no place for my heart to be weakened. കാരണം ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ആത്മമണവാളൻ എന്നെ ചെറുപ്പാൻ വീണ്ടും വരാൻ പോകുകയാണ്. My eternal bridegroom is going to come back for me today or tomorrow. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, My dear brothers and sisters who is ഈ listening to ഭൂമിയിൽ me, നാം എന്തൊക്കെ ലഭിച്ചാലും whatever we get in this world, മണവാട്ടിയുടെ വീട് എത്ര മോടി പിടിപ്പിച്ചാലും how much ever beautiful the bride's own house ഇതൊന്നും becomes, മണവാട്ടി ഇന്ന് രാവിലെ സ്വാധീനിക്കില്ല. nothing of these sorts influences her. കാര്യം മണവാട്ടിയെ സ്വാധീനിക്കുന്ന ഒന്ന് അവളുടെ ആത്മമണവാളൻ Because she മാത്രമാണ്. is only awaiting on the bridegroom who is going to come back and get her. ആ മണവാളൻ ഏത് നിമിഷവും വരും. At any time that could happen. മണവാട്ടിയുടെ മുഴുവൻ പ്രതീക്ഷ അവനോടുകൂടെ ചേർന്നിരിക്കണം. Every hope of her being is to be with him. അവനോടുകൂടെ ചേർന്ന് എന്റെ അടുത്ത ജീവിതം മുഴുവൻ പൂർത്തീകരിക്കണം. The next phase of my life begins with this union to live eternally with ഇന്ന് him. രാവിലെ ഞാൻ ഇത് പറയുമ്പോൾ അകത്തിന്റെ ഹൃദയത്തിന്റെ അന്തരാത്മാവ് ഇന്ന് രാവിലെ പ്രത്യാശ ഉളവാകുന്നുവെങ്കിൽ ഒരു സ്തോത്രം പറയുന്നത് കൊണ്ട് Let's all കുഴപ്പമില്ല. shout a praise if there is a hope that is filling in our hearts. ഹല്ലേലൂയ, ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Amen. ഇന്ന് രാവിലെ ഒരു പദം കൂടെ കേട്ടി പറയട്ടെ. Let me step forward and tell me a little more. കടുന്തൂക്കിന്റെ മറവിലിരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ സ്വരമെന്ന് കേൾക്കട്ടെ. Let me hear the voice who is sitting behind a wood of branch, the pigeon. ഇന്ന് രാവിലെ മണവാളൻ മണവാട്ടിയുടെ സ്വരത്തിനു വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. There is a bride who is waiting eagerly to listen the voice of the bridegroom. മണവാട്ടി ഇന്ന് രാവിലെ മണവാട്ടിക്ക് വേണ്ടി മണവാളിന് വേണ്ടിയാണോ ഏകാഗ്രതയോടെ ആയിരിക്കുന്നത്? Is the bride, the church, waiting alone for the bridegroom? അതോ മറ്റോ പലതും ആണോ മണവാട്ടിയെ ഇപ്പോൾ Or ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്? is it something else that is attracting the church, the bridegroom, bride? Praise the Lord. Hallelujah. Praise the Lord. Amen. Hallelujah. ഇടയ ചെറുക്കനുമായിട്ടുള്ള ശൂരേക്കാരത്തിയുടെ ബന്ധം നമുക്ക് ഉത്തമ ഗീതത്തിൽ കാണുവാൻ കഴിയുന്നു. We can see in the songs of Solomon about the relationship with that lady with the shepherd boy. എന്നാൽ സ്തോത്രം ശലോമോന് ഈ ശൂരേക്കാരത്തിയെ ഇഷ്ടപ്പെട്ടപ്പോൾ, When Solomon liked this lady, ശലോമോൻ തന്റെ പരിചാരകരെ ശൂലേങ്കാരത്തിയുടെ അടുക്കൽ അയച്ചു. when he sends his people to this girl, ശൂലേങ്കാരത്തിയോട് തന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. they are talking about his greatness to this girl. ഈ സ്തോത്ര ശലോമോന്റെ പരിചാരകർ ശലോമോനുള്ള മഹത്വം മുഴുവൻ സ്തോത്ര ശൂലേങ്കാരത്തിയോട് വിവരിച്ചു പറയുകയാണ്. When the people of Solomon are explaining about his greatness in the land to this girl, എന്നാൽ സ്തോത്ര തന്റെ ശലോമോന്റെ സർവൻസ് പറഞ്ഞ ഒന്നിനും ഈ ശൂലേങ്കാരത്തിയുടെ ഹൃദയത്തെ ചഞ്ചലപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. nothing could agitate the heart of this girl, despite whatever the അതിന്റെ servants are കാരണമെന്ന് saying. ഈ ശൂലേങ്കാരത്തിൽ പറയുന്ന ഒരു പദമുണ്ട്. എന്റെ മണവാളൻ അവൻ 10,000 ശ്രേഷ്ഠൻ. There is a word that she says about his bridegroom. My bridegroom is fairest of 10,000. വെണ്മയും ചുമപ്പുമുള്ളവൻ അവൻ 10,000 ശ്രേഷ്ഠൻ. He is fairest of 10,000s. ഇന്ന് രാവിലെ ആ ഹൃദയത്തിനകത്ത് ആ മണവാളനെ കുറിച്ചുള്ള വെളിപ്പാട് ഇന്ന് രാവിലെ പ്രകാശിക്കുന്നുണ്ടോ? Let that revelation be lighted up, ignited in our hearts today ഈ morning. രാവിലെ മണവാളനെ കുറിച്ചുള്ള പ്രതീക്ഷ അകത്ത് പ്രകാശിക്കുന്നവൻ മാത്രമാണ് അവൻ മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ അവനോടുകൂടെ ചേർക്കപ്പെടാൻ Only പോകുന്നത്. whoever is ignited on that revelation will be taken up and joined with the bridegroom when he comes back. Praise the Lord. Hallelujah. ഏത് സമയത്തും മണവാളൻ മടങ്ങി വരാം. The bridegroom can come back anytime. മണവാളൻ മടങ്ങി വരുന്നതിനെ കുറിച്ച് തെസ്സലോനിക്ക ലേഖനം 4:16-17 വാക്യങ്ങൾ ഇപ്രകാരം പറയുകയാണ്. In Thessalonians 4 we can see, in 14 and 15 we can see. നമുക്കറിയാവുന്ന പദങ്ങളാണ്. ഞാൻ ഒന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും. 1 Thessalonians chapter 4 we can see. പ്രധാന ദൂതന്റെ ശബ്ദത്തോടും
ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. For the Lord himself shall descend from heaven with a shout, with the voice of the archangel, and with the trump of God, and the dead in Christ shall rise first. Then which we are alive and remain shall be caught up together with them in the clouds to meet the Lord in the air. സ്തോത്ര പ്രതീക്ഷയോടെ ഇരിക്കുന്ന മണവാട്ടിയെ സ്വീകരിക്കുവാൻ മണവാളൻ തന്റെ ദൂത സഞ്ചയങ്ങളുടെ അകമ്പടിയോടെ മധ്യാകാശത്തിൽ ഏത് സമയത്തും കടന്നു വരാം. There is a bridegroom who is going to come back to get the waiting bride in the air with his archangels. Praise the Lord. Amen. ഇവിടെ കടന്നു വരുമ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. There are three things that's happening at this. ഒന്നാമത്തെ പദം പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടെ. The first word he says, the Lord comes with his shout. Praise the Lord. എന്താണ് ഗംഭീരനാദത്തിന്റെ പ്രത്യേകത? What is the speciality of that shout? ഞാൻ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ വിശദീകരിക്കാം. Let me explain it to you a little more. സ്തോത്ര ഉൽപ്പത്തി പുസ്തകം 1:3 പറയുന്നു വെളിച്ചം let there be light, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. In Genesis we see when the Lord said let there be light, it happened so. Praise the Lord. തന്റെ പരിശുദ്ധ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ 4 ദിവസം നാറ്റം വെച്ച ലാസർ പുറത്തു വന്നു. In the public ministry of Jesus, when Jesus said Lazarus come forth, it happened that way. അങ്ങനെയാണെങ്കിൽ അതേ കർത്താവ് തന്റെ 1000 ദൂത സഞ്ചയങ്ങളുമായി ഇതാ മധ്യാകാശത്തിൽ വന്ന് ഇപ്രകാരം പറയുക കഴിച്ച എന്റെ വിശുദ്ധന്മാർ എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ ഇവിടെ കയറി വരുവേ. Amen. When he comes back with all his angels and the sound of the archangel, the Lord declares from there, whoever the bride is waiting for me, come up to me. ആ പദം പറയുമ്പോൾ ജീർണിച്ച ശരീരത്തിൽ സ്തോത്ര മരിച്ച ശരീരത്തിൽ സ്തോത്ര മണ്ണായി തീർന്ന ശരീരങ്ങൾ വിൺമയമായ ശരീരത്തോടെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ അത് ഉയർക്കുവാനിടയായി തീരും. When that sound comes forth, even the dead bodies, whatever time it may be, it comes out with a transformed body. Hallelujah. Amen. Hallelujah. Hallelujah. പ്രത്യാശയുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Let the praise of the people arise in this place. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ Come on, സ്തുതിച്ചാട്ടെ. those who are happy, fill this room with ഇന്ന് രാവിലെ praise. ഈ ബോധ്യങ്ങൾ അകത്തുള്ള ദൈവമക്കൾ ദൈവത്തെ If സ്തുതിച്ചാട്ടെ. there is a hope of these things happening, let the shout of praise arise in this Hallelujah. room. Hallelujah. 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 തീർന്നില്ല. Amen. പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ There is a voice of the archangel. പ്രധാന ദൂതൻ മൈക്കൽ the angel. The archangel Michael. മൈക്കൽ the archangel-നെ കുറിച്ച് 5 പ്രാവശ്യം ബൈബിളിൽ കാണുവാൻ There are കഴിയുന്നുണ്ട്. 5 times it has been mentioned about the archangel Michael. 2 പ്രാവശ്യം മൈക്കൽ ആർക്കേഞ്ചലിനെ കുറിച്ച് പറയുമ്പോൾ അത് രൂപാന്തരത്തോട് ബന്ധപ്പെട്ട പദങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2 times when it talks about the archangel Michael, it is talking about the transformation. ഒന്ന് ദാനിയേൽ പ്രവചന പുസ്തകം 12:1-2-3 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. The book of Daniel chapter 12 verse 1 and 2, 3, it ആ says like കാലത്ത് this. നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനപുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും നിത്യനിന്ദയ്ക്കായും ഉണരും. And at that time shall Michael stand up, the great prince which stand for the children of thy people, and there shall be a time of trouble such as never was since there was a nation even to that same time. And at that time thy people shall be delivered, everyone that shall be found written in the book, and many of them that sleep in the dust of the earth shall awake, some to everlasting life and some to shame and everlasting contempt. മൈക്കലിനെ കുറിച്ച് പറയുന്നത് യൂദ 9-ാമത്തെ വാക്യത്തിലാണ്. In New Testament, the book of Jude says അവിടെ about കാണുമ്പോൾ Michael. എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെ കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുന്നുവെന്ന് നമുക്ക് അവിടെ കാണുവാൻ We can കഴിയും. see the archangel Michael contending with the devil, disputing about the body of Moses. അങ്ങനെയാണെങ്കിൽ മോശയുടെ ശരീരത്തെ ഈ ഭൂമിയിൽ നിന്ന് ഉയർപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്തോത്രം ആ ശരീരത്തോട് പൈശാചിക മണ്ഡലം തർക്കിച്ചു വാദിച്ചു. There is a contempt to which there is a dispute happening when the Lord tries to lift the body of Moses. എന്നാൽ മോശയുടെ ശരീരത്തെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുകൊടുക്കുവാൻ ഇതാ മൈക്കൽ the archangel അവിടെ കടന്നു വരികയാണ്. Archangel Michael is contending with the devil to get
retrieve the body of Moses. സമയമില്ലാത്തോണ്ട് ഞാൻ പെട്ടെന്ന് വിശദീകരിച്ച് അവസാനിപ്പിക്കാം. I'm going to go forward faster. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, What is the speciality of the voice of the archangel? തന്റെ മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മൺമറഞ്ഞ ശരീരത്തിലായിരിക്കുന്ന മണവാട്ടി സഭയെ ഈ ഭൂമിയിൽ നിന്ന് ഉയർപ്പിക്കുന്നതിനെതിരെ പൈശാചിക മണ്ഡലങ്ങൾ വാദിക്കുമ്പോൾ ദ ആർക്കേഞ്ചൽ അവയെ ഫലിക്കുന്നു, അവയെ ശാസിച്ച് ആ ശരീരത്തെ ഉദ്ധരിപ്പിക്കുകയാണ്. There will be a fight that would go on. The archangel Michael would have to win against reviving the dead bodies that are under the earth. Praise the Lord. അപ്പോൾ കർത്താവിന്റെ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദം, with the voice of the Lord and the voice of the archangel. മൂന്നാമത്തെ പദം പറയുന്നു ദൈവത്തിന്റെ കാഹള ശബ്ദം. The third thing is the trumpet of the Lord. എന്താണ് കാഹള ശബ്ദത്തിന്റെ പ്രത്യേകത? What is the speciality of this trumpet? സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, വെള്ളി കൊണ്ട് അടുപ്പ് പണിയായി 2 കാഹളം ഉണ്ടാക്കണം. In the book of Numbers chapter 3 we can see സംഖ്യ chapter 10 verse number 1 to 3. 10 chapter 1 to 3 when we can see about preparing 2 trumpets of silver. Yes, സ്തോത്രം. ഒന്ന് സഭയെ വിളിച്ചു കൂട്ടുവാൻ. The first one is to make whole peace, to calling of the assembly. 2 സഭയെ പുറപ്പെടുവിക്കുവാൻ. Then to the journeying of the camps. അങ്ങനെയാണെങ്കിൽ സഭയെ വിളിച്ചു കൂട്ടുവാൻ ഒരു കാഹളം. For the assembly, calling of the congregation. ആ കാഹളം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can see that happening in Acts chapter 2. ഇപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അവർ 120 പേർ ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവരുടെ നടുവിൽ വലിയൊരു മുഴക്കമുണ്ടായി. There was a thundering sound that happened when they came together to pray in Acts chapter 2. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ സഭയെ ഇപ്പോൾ വിളിച്ചു കൂട്ടുവാൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ അതിന് ഇനാഗുറേഷന്റെ കാഹളം മുഴങ്ങി. The calling of the congregation has happened in Acts chapter 2. എന്നാൽ ഇനി അടുത്ത ഒരു കാഹളമുണ്ട്. There is another trumpet sound that's going to be heard പുറപ്പെടുവിക്കുന്ന അടുത്ത കാഹളം. for the journeying of the camps. Praise the Lord. അതാണ് തെസ്സലോനിക്ക ലേഖനം 4:17 പറയുന്നത്. In 1 Thessalonians chapter 4 verse 17 we see തന്റെ കാഹള ശബ്ദം ഇപ്പോൾ മുഴങ്ങും. the voice of the trumpet shall be sounded ഈ കാഹള ശബ്ദം മുഴങ്ങുമ്പോൾ at this sound സ്തോത്രം മണവാട്ടി സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുവാനിടയായി തീരും. the church, the bride, will be taken in union with the Lord. Praise the Lord. Amen. ഞാൻ അവസാനിപ്പിക്കുന്ന 17-ാമത്തെ വാക്യത്തിൽ ഒരു പ്രത്യേകത ഇങ്ങനെയുണ്ട്. There is a speciality, a significance to the verse 17. തെസ്സലോനിക്ക ലേഖനം 4:17 ഇങ്ങനെ 1 പറയുന്നു. Thessalonians chapter 4 verse 17 says ജീവനോടെ like this. ശേഷിക്കുന്ന നാം Amen. Then which we are alive അവരോട് ഒരുമിച്ച് and remain and shall be caught up together with them. ആരോട് ഒരുമിച്ച്? Amen. With whom? ഈ ഭൂമിയിൽ മൺമറഞ്ഞ വിശുദ്ധന്മാരോട് ഒരുമിച്ച്. In union with those people who were dead in Christ. മൺമറഞ്ഞ വിശുദ്ധന്മാരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. We shall be caught up together with them, those who were dead in Christ, in the clouds to meet with the Lord in the air. ഞാൻ ഇങ്ങനെ ചിന്തിക്കാനിടയായി തീർന്നു. Amen. I was thinking like this. ഈ അമേരിക്കയിൽ ഒത്തിരി കോൺഫറൻസുകളുണ്ട്. There are a lot of conferences happening across the US. പ്രത്യേകിച്ച് പെന്തക്കോസ്തുകാർക്ക്. In Pentecostals, there are a lot of conferences. IPC, Church of God, Sharon, AG. PCNAC, IPC, Church of God, AG, a lot of ഈ conferences. കോൺഫറൻസിന് സാധാരണ എല്ലാവരും പോകുന്നതിന്റെ ഒരു ഉദ്ദേശം എന്തെന്നറിയാമോ? There is one reason to which why all of our people attend these conferences. ബൈബിൾ അവിടെ പോയി കുറച്ച് ആത്മീയമായിട്ട് ഉണർത്തപ്പെടാനാ. A lot of people, majority of the people go there to be revived spiritually. പ്രധാനമായിട്ടൊരു കാരണമുണ്ട്. There is another one important thing. കഴിഞ്ഞ 10 വർഷം 20 വർഷം 15 വർഷം കാണാത്ത തങ്ങളുടെ ബന്ധുമിത്രാദികളെ കാണുന്ന ഒരു സമയം കൂടിയാണ്. For the past 10 years, 15 years, they get to meet their relatives, families whom they have not ever met. അതുകൊണ്ടാണ് റീയൂണിയൻ എന്ന് പറയുന്നത്. There is where we say reunion. റീയൂണിയൻ PCK, റീയൂണിയൻ ഖത്തർ, റീയൂണിയൻ, അങ്ങനെ ഒത്തിരി റീയൂണിയൻസ്. There are a lot of reunions happening. Reunion PCK, reunion Qatar. റീയൂണിയന് പോയിട്ടുണ്ടോ ഏബിലെ? I haven't gone to a reunion. റീയൂണിയൻ എന്തൊരു സന്തോഷമാണെന്നറിയോ? A reunion is a place of കഴിഞ്ഞ happiness. ദിവസം ആരോ റീയൂണിയൻ ഇവിടെ പോയായിരുന്നു. There was somebody who went for a reunion from our church. 30 വർഷം മുമ്പ് ഒരുമിച്ച് പഠിച്ചവരാ. They studied together 30 years back. അപ്പോൾ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള ഒരു സന്തോഷം. There was a happiness that birthed out after meeting after long years. Praise the Lord. Amen. സ്നേഹിതരെ കണ്ടപ്പോഴുള്ള സന്തോഷം. Amen. The happiness in meeting their friends. എന്നാൽ ഇവിടെ നമ്മൾ ഒരുമിച്ച് കാണാൻ പോകുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവരെയാ. Here we're going to see the most important people that we're going to meet them. നമ്മളെ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരെ കാണാൻ We're going to പോകുന്നത്. meet our beloved ones. ഓ, നമ്മൾ സ്നേഹിച്ചവരെ നമ്മൾ കാണാൻ We're പോകുന്നത്. going to see the people who loved us. സ്തോത്രം. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ നാം കാണാൻ We're going to see the പോകുന്നത്. people who prayed for us. നമുക്ക് വേണ്ടി കഴിഞ്ഞ നാളിൽ കരുതിയവരെ നാം കാണാൻ We're going പോകുന്നത്. to see people who provided for us. അങ്ങനെ നാം കാണുന്ന ആ നിമിഷം ഭയങ്കര സന്തോഷമായിരിക്കും. Amen. That reunion would be a great joy. എന്നാൽ അതിനേക്കാൾ ഒരു സന്തോഷമുണ്ട്. There is a greater joy to which that happens. നമ്മൾ ഒരുമിച്ച് ആകാശം മീതത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. We will be caught up together in the clouds to meet with the Lord in the air. അതാണ് ഏറ്റവും വലിയ സന്തോഷം. That is the greatest union. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ ഒരു ദൈവ പൈതലെ നിന്റെ ഹൃദയം കലങ്ങണ്ട. Amen. Oh, dear child of God, your heart has not to be troubled. നിന്റെ ഹൃദയം ഇടറിപ്പോകണ്ട. Your heart should not be നീ offended. ചിതറേണ്ട ആവശ്യമില്ല. You don't have to be scattered. കാര്യം നിനക്ക് വേണ്ടി ഒരു വലിയ പ്രതീക്ഷ കിടപ്പുണ്ട്. There is a hope to which you can cling ഒരു വലിയ on. പ്രത്യാശ കിടപ്പുണ്ട്. There is a greater hope to which you കർത്താവ് can താൻ cling on. ഗംഭീരനാദത്തോടെ Amen. The അവൻ Lord മടങ്ങി comes വരാൻ back. പോകുകയാണ്. The Lord comes back with the sound of trumpet. അവനെ നാം എതിരേൽപ്പാൻ പോകുകയാണ്. We will be meeting him in the air. മണവാളനെ ആത്മമണവാളനെ എതിരേൽക്കാൻ പോകുകയാണ്. We will be meeting our eternal bridegroom in കഴിഞ്ഞ the air. നാളുകളിൽ മുഴുവൻ നാം മുട്ടിന്മേൽ ഇരുന്ന് അവനെ മുഖാമുഖം കാണാതെയാണ് അവനോട് സംവാദിച്ചു കൊണ്ടിരുന്നത്. In the past days, we were on our knees and we were praying without seeing him. എന്നാൽ ആത്മമണവാളനെ നാം മുഖാമുഖം അവനോട് കൂടെ അവനെ കാണാൻ പോകുന്ന ഒരു സുപ്രഭാതം ഇത് അടുത്തു വരികയാണ്. There is a day that is coming close to which we will be meeting the Lord face to face in the air. എത്ര പേർക്ക് ഇന്ന് രാവിലെ ആ പ്രത്യാശയത്തിനകത്തുനിന്ന് തുടിക്കുന്നുണ്ട്? How many of you are ignited by this revelation and a hope that the Lord is coming ഇന്ന് back? രാവിലെ നിങ്ങളുടെ സ്തോത്രം കേട്ടിട്ട് ആ പ്രത്യാശയ്ക്ക് അല്പം ഇളക്കം സംഭവിച്ചോ എന്ന് എനിക്കറിയത്തില്ല. I don't think there is much of a hope hearing your praise. എന്നാൽ ഇന്ന് രാവിലെ മറ്റെല്ലാറ്റിനേക്കാളും ആ പ്രത്യാശ കൊണ്ട് ഇന്ന് രാവിലെ ഹൃദയങ്ങൾ Let നിറയപ്പെടട്ടെ. our hearts be filled with this hope our Lord is coming back. എല്ലാ കണ്ണുകളും ഇന്ന് രാവിലെ അടയട്ടെ. Let every eyes be closed in this Shall place. we all stand up in the presence of Amen. God? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവ് താൻ എഴുന്നേൽക്കാം. ഗംഭീരനാദത്തോടും സ്തോത്രം ആ ഗാനം നമ്മൾ ഇപ്പോൾ പാടുവാൻ പോകുകയാണ്. സ്തോത്രം. We're going to sing this song കർത്താവ് താൻ ഗംഭീരനാദത്തോടും. Praise the Lord. ആ പ്രത്യാശയോടെ ഇന്ന് രാവിലെ നമുക്ക് ഈ പാട്ട് പാടി ഇന്ന് രാവിലെ സഭാരാധന മടങ്ങി നമുക്ക് ഭവനങ്ങളിലേക്ക് പോകാം. Amen.